അങ്ങനെ ഇതേ 8 ചൂട് തക്കാളിയാണ് നമ്മളിന്ന് നട്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇതെല്ലാം നട്ടത്. ഇൻക്ലൂഡിങ് തൈ വരെ നമ്മളിവിടെ പാകി ഉണ്ടാക്കിയതാണ്. സോ ഇങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കിച്ചണിലെ വേസ്റ്റുകൾ കളയുന്നത് നമ്മളൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വിത്തൗട്ട് എനി കോസ്റ്റ്. ഇനിയുള്ളതേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ പൊടിക്കയും നമ്മുടെ തുറുപ്പ് ചീട്ടും എല്ലാമായ ഒരു സാധനമാണ്. അതാണിത്. സാധാരണയായിട്ടേ 0 കോസ്റ്റിലാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ നടുന്നത്. അങ്ങനെ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച പച്ചക്കറി നടുന്നൊരു ശീലം എനിക്ക് പണ്ടേ ഇല്ല. പിന്നെ നമ്മുടെ കോഴികളുള്ളതുകൊണ്ട് കോഴിയുടെ കാഷ്ടം നമുക്ക് നല്ലൊരു വളമാണ്. പിന്നെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ചായക്കൊത്ത്, മുട്ടത്തോട്, പിന്നെ പച്ചക്കറി വേസ്റ്റുകൾ, ഇതെല്ലാമാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ പച്ചക്കറി നടാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നുള്ളതേ നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പിൽ നിന്ന് എടുക്കുന്ന ഫുഡ് കമ്പോസ്റ്റ്, അതായത് ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാൻ പറ്റാത്തതായ സാധനങ്ങൾ ലൈക്ക് ഓറഞ്ചിൻ്റെ തൊലി, ഉള്ളിത്തൊലി, ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ കമ്പോസ്റ്റ് പൈപ്പിലാണ് ഇടുന്നത്. ആ പൈപ്പിൽ നിന്ന് എടുക്കുന്ന ആ ഒരു കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ഫുഡ് വേസ്റ്റിൻ്റെ, അതൊരു ഉഗ്രം വളമാണ്. ഇതെല്ലാമാണ് ഞാൻ അടിവളമായിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ പച്ചക്കറി നടുന്നത് നോക്കാം. ഇന്ന് നമ്മൾ നടുന്നത് കുറച്ച് തക്കാളിയാണ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ തക്കാളിയൊക്കെ നടാൻ പോകുന്നത്. ഇത് ഞാനൊരു റേസ്ഡ് ബെഡായിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. കാരണം ഇവിടുത്തെ മണ്ണ് അത്ര നല്ല മണ്ണല്ല. പിന്നെ ഒത്തിരി ഗ്രോ ബാഗുകൾ വെച്ച് ഇവിടെ ഒരു ക്രൗഡഡ് ആക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ആകുമ്പം ഇങ്ങനെ ഒരു റേസ്ഡ് ബെഡ് ഉണ്ടാക്കിയാൽ നമ്മൾ ഗ്രോ ബാഗിൽ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. കൂടുതൽ തൈകളെ ഒരേ സമയം നമുക്ക് നടാനും പറ്റും. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ആഡ് ചെയ്യാം. ഇതാണ് നമ്മൾ മുളപ്പിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ തക്കാളി തൈകൾ. ഇവരെയാണ് നമ്മളിപ്പം മാറ്റി മണ്ണിലേക്ക് നടാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. നമ്മുടെ അടിവളത്തിൽ ഏറ്റവും അടിയിലത്തെ ലെയർ എന്ന് പറയുന്നത് കോഴിക്കാരമാണ്. ഇതിൽ കൂടുതൽ നല്ലൊരു വളമില്ലല്ലോ. പിന്നെ കോഴിക്കാരം ചൂടാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇത് ഏറ്റവും ലോവർ ലെവലിലായിട്ട് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കോഴിക്കാരം എടുക്കാം. നമ്മുടെ കോഴികളുടെ സ്വന്തം കാഷ്ടമാണ്. ഇതൊന്നും അധികം ഇടുന്നില്ല കേട്ടോ. ഒന്നാമത് ഇത് ചൂടാണ്. അതിൻ്റെ കൂടെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാത്ത സാധനമാണ്, ഫ്രഷ് ആയിട്ടുള്ള കോഴിക്കാരമാണ്. ഇത്രയും കോഴിക്കാരം, ഇതാണ് നമ്മൾ ഏറ്റവും അടിയിൽ കൊടുക്കുന്ന ലെയർ. കോഴിക്കാരത്തിന് ചൂടായതുകൊണ്ട് ഏറ്റവും അടിയിലത്തെ ലെയറാണ് കോഴിക്കാരം. അതാണ്ട് നമ്മൾ ഏറ്റവും അടിയിലായിട്ടാണ് അത് കൊടുക്കുന്നത്. അതാകുമ്പം മുകളിലത്തെ ലെയറിലേക്കുള്ള അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ വേര് പിടിച്ച് വരാനായിട്ട് മിനിമം 2 മാസത്തോളം എടുക്കും. ആ സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ പമ്പ കിടക്കും. അടുത്തതായിട്ട് നമ്മളെടുക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റാണ്. ഇത് 1-2 ദിവസത്തെ കിച്ചൺ വേസ്റ്റ് നമ്മൾ ഒന്നിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോഴിക്കാഷ്ടം കഴിഞ്ഞിട്ട് അടുത്ത ലെയർ നമ്മുടെ കിച്ചൺ വേസ്റ്റ്. ഇതെല്ലാം സമയാസമയം ഡീകമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല വളമായിട്ട് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും. സോ സെക്കൻഡ് ലെയർ നമ്മുടെ കിച്ചൺ വേസ്റ്റ്. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതിനടിയിൽ കിടന്ന് ഇതെല്ലാം നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആയിക്കോളും. അടുത്തത് കരികില. നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ തൂത്തുവാരിയെടുക്കുന്ന കരികിലയാണ്. ഇതാണ് അടുത്ത ലെയറായിട്ട് ഞാൻ ഇടുന്നത്. ഇതെല്ലാം ഒന്ന്
നമ്മുടെ ബെഡിനകത്ത് ആക്കി നിർത്തുക. എല്ലാം ഓർഗാനിക്കാണ്. നമ്മളുടെ കിച്ചണിൽ നിന്ന് വരുന്നതും നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്നതും മുറ്റത്തുനിന്ന് വരുന്ന വേസ്റ്റുകൾ മാത്രം. ഇതിനകത്തെ മീൻമുള്ള് വരെയുണ്ട്. അപ്പോൾ ഇതാണ്ട് കാൽസ്യം ഒക്കെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയാണ്. അടുത്തതായിട്ട് ഇടുന്നത് ഇതാണ്. ഇത് കണ്ടാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മുറ്റത്തുനിന്ന് വെട്ടുന്ന പുല്ലുകൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന. ഓരോ പ്രാവശ്യവും പുല്ല് വെട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെക്കും, ഓരോ ചാക്കിനകത്താക്കി. അങ്ങനെ ഇതാണ്ട് എനിക്ക് 2 ചാക്ക് പുല്ലുണ്ട്. അപ്പോൾ ഇത് ഡ്രൈഡാണ്. അപ്പോൾ ഇതാണ് അടുത്ത നമ്മളിടുന്ന ലെയർ. ദേ നമ്മുടെ ഉണക്കപ്പുല്ലുകളാണ് ഈ ഇടുന്നത്. നല്ല പൊടിയായിട്ടുള്ള ഉണക്കപ്പുല്ല്. കുറച്ച് പോർഷൻ അത്ര ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഇതാണ്ട് എന്നാലും വെള്ളമയോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള കരികളകളും പുല്ലും ഒക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത ചാക്ക്. ഇവിടെ പുല്ല് വെട്ടാൻ വരുന്നവർക്ക് ഞാനിങ്ങനെ ചാക്ക് കൊടുക്കും. അവരതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചോളും. ഇതൊക്കെ കംപ്ലീറ്റ് ഇതുണ്ടോ, നമ്മുടെ ചാണകത്തിനകത്തുള്ള പുഴു പോലത്തെ പുഴു വരെയുണ്ട്. ഇതിൽ കൂടുതൽ നല്ല വളം എവിടെ കിട്ടാനാ? ഇതൊക്കെ നൈട്രജൻ റിച്ച് ആണ്. ഇപ്പം തന്നെ നമ്മുടെ ബെഡ് നോക്ക് പൊങ്ങിക്കഴിഞ്ഞു. ഇനി മണ്ണും കൂടി ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് പരുവത്തിലെത്തും. അടുത്തതാണ് നമ്മുടെ മണ്ണ്. അത് നല്ലപോലെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ്. പിന്നെ കുമ്മായം ഇട്ടില്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ ഒന്നും പുളിപ്പ് മാറില്ല. അതുകൊണ്ട് അത് മാത്രം നമുക്ക് വില കൊടുത്ത് വാങ്ങേണ്ട വന്നു. മഴ ആയതുകൊണ്ടേ മണ്ണും നനഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് കുമ്മായി വിട്ടിട്ട് നമ്മൾ മണ്ണിനെ നനയ്ക്കേണ്ട വന്നില്ല. പ്രകൃതി തന്നെ നനച്ചെടുക്കുമായിരുന്നു കേട്ടോ. സോ ദേ അങ്ങനെ നമ്മുടെ ബെഡിലേക്ക് മണ്ണുകൾ നിറച്ച് ഈ ഒരു പരുവത്തിലാക്കി. ഇപ്പം നമ്മുടെ കോഴിക്കാഷ്ടവും കരികിലയും വെജിറ്റബിൾസിൻ്റെ നമ്മുടെ കിച്ചൺ വേസ്റ്റും എല്ലാ സാധനങ്ങളും ഈ മണ്ണിനടിയിലായി. ഇനിയുണ്ട് ആഡ് ചെയ്യാൻ. ഇനിയുള്ളതേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ പൊടിക്കയും നമ്മുടെ തുറുപ്പ് ചീട്ടും എല്ലാമായ ഒരു സാധനമാണ്. അതാണിത്. ഇതിനടിയിൽ കാണുന്ന ഈ വൈറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ മുട്ടത്തോട് ഉണങ്ങിപ്പൊടിച്ചതാണ്. ഇതിന് മുകളിൽ കാണുന്ന ഇത് നമ്മൾ ചായക്കൊത്ത് ഉണങ്ങിയെടുത്തതാണ്. നമ്മുടെ ചായ ഇട്ട് കഴിഞ്ഞിട്ട് അത് അരിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന കൊത്തുണ്ടല്ലോ, അത് വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന. ഇത്രയല്ല കേട്ടോ, ഇനി ഇഷ്ടം പോലെ ഉണ്ട്, കാണിച്ചു തരാം. ഇതും നമ്മുടെ ചായക്കൊത്താണ്. ഇത് ഉണങ്ങിയതാണ്. ഇത് നല്ല ഉണങ്ങി പൊടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്യും. ഇതാണല്ലോ ഏറ്റവും സൂപ്പർ വളം. നൈട്രജനുണ്ട്, കാൽസ്യമുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസിനകത്ത് കിടക്കുന്ന പഴത്തൊലിയൊക്കെ ഫോസ്ഫറസിൻ്റെ റിച്ച് കണ്ടൻറ്റാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു സാധനമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. ചെടികൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും നമ്മൾ ഇട്ട് കൊടുത്ത ഈ ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻറ്റിനകത്തുണ്ട്. ഏറ്റവും അടി കിടക്കുന്നത് കോഴിക്ക. ചെടികൾക്ക് വേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സമ്പൂർണ്ണ വളമാണത്. അടുത്തത് കിടക്കുന്നത് നമ്മളുടെ ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ അത് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഉഗ്രം വളമാണ്. അടുത്തത് കിടക്കുന്നത് എന്താണ്? നമ്മുടെ കരികിലകൾ. അത് നമ്മുടെ സോയിലിനകത്തെ എയർ സർക്കുലേഷന് വേണ്ടി ഏറ്റവും ഉപകാരമുള്ള സാധനമാണ്. ഇനി വരുന്നത് നമ്മുടെ ചായക്കൊത്ത്.
പൊട്ടാസ്യത്തിൻ്റെ കലവറയാണത്. അടുത്തത് ഇതാണ്ട് കാൽസ്യം റിച്ച് ആയിട്ടുള്ള മുട്ടത്തോട് പൊടിച്ചത്. അപ്പം നമുക്ക് ഇതുകൂടെ അങ്ങ് ഇട്ടേക്കാം. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. ഇനി ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താൽ മതി. കാരണം അവർക്കാവശ്യമായ സകല സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെഡ് ഹാഫ് വേ ത്രൂ നമ്മൾ നിറച്ചിട്ടുള്ളൂ. കാരണം ഇനി ഇതൊരു 1-2 മാസം ആകുമ്പോഴേക്കും ഇതെല്ലാം സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് പിന്നെയും വളങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ എങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നോ അതുപോലെ സെയിം പ്രൊസീജിയറാണ് ഇവിടെ. അപ്പം നമ്മുടെ ഈ ബെഡിൻ്റെ വെളിയിൽ പോകാൻ പാടില്ല. ബെഡിനകത്ത് തന്നെ നമ്മുടെ മണ്ണും വളവും എല്ലാം നിന്നോളും. അതിനു വേണ്ടിയാണ് ഇതിൻ്റെ ഹാഫ് വേ മാത്രം നമ്മൾ നിറയ്ക്കുന്നത്. ഇനി നമുക്ക് ചെടി നട്ടു കൊടുക്കാം. സോ ഇത്തരം തൈകളാണ് നമുക്കുള്ളത്. നമുക്കിനി ഇതെല്ലാം അങ്ങ് നട്ടു കൊടുക്കാം. വേരൊന്നും കളയാതെ ഇങ്ങനെ മണ്ണോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. സോ അടിവളമെല്ലാം നല്ല പോലെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്ക് അടുത്ത ഒരു 2-3 മാസത്തേക്ക് ഈ മറ്റു വളങ്ങളൊന്നും വേണ്ട. സൂഡോമോണസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞില്ല. തക്കാളി നടുമ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഓരോ കമ്പൂടെ അങ്ങ് കുത്തി കൊടുക്കാം. ഈ കമ്പേ ഇപ്പോൾ കുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിനി ഇത് വലുതായി കഴിഞ്ഞ് കുത്തുമ്പം ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 8 ചൂട് തക്കാളി നമ്മൾ നട്ടിരിക്കുകയാണ്. ഈ തക്കാളി വിത്താണല്ലോ നമ്മുടെ ഇവിടെ ഉണ്ടായ തക്കാളിയെ മുളപ്പിച്ചെടുത്തതാണ്. ഇട്ടിരിക്കുന്ന വളങ്ങൾ മുഴുവൻ നമ്മുടെ വീട്ടിലുള്ളത് 0 കോസ്റ്റിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. നമുക്കിനി വളർച്ച കാണാം. ഈ കമ്പടിച്ച് കൊടുത്തിരിക്കുന്നതേ ഇവിടെ വളർന്നു വരുമ്പോൾ പിടിച്ചു കെട്ടാനുള്ള എളുപ്പത്തിനാണ്. അങ്ങനെ ഇതേ 8 ചൂട് തക്കാളിയാണ് നമ്മളിന്ന് നട്ടിരിക്കുന്നത്. എല്ലാം ലോ കോസ്റ്റ് സാധനങ്ങളാണ്, ജൈവമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഇതെല്ലാം നട്ടത്. ഇൻക്ലൂഡിങ് തൈ വരെ നമ്മളിവിടെ പാകി ഉണ്ടാക്കിയതാണ്. സോ ഇങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. കിച്ചണിലെ വേസ്റ്റുകൾ കളയുന്നത് നമ്മളൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വിത്തൗട്ട് എനി കോസ്റ്റ്.